ശ്രീ കെ എൻ എ ഖാദർ, ഞാൻ തിരിച്ചു വരാം. തിരുവനന്തപുരത്ത് ചെറിയ സാങ്കേതിക പ്രശ്നം. ശ്രീ സി ആർ നീലകണ്ഠൻ, പക്ഷേ അപ്പോഴും ജനങ്ങൾക്ക് മുന്നിലുള്ള, നാട്ടുകാർക്ക് മുന്നിലുള്ള ഒരു പ്രശ്നം, അമേരിക്കയിൽ നടക്കുന്ന ഭരണപരിശീലനം സംബന്ധിച്ചുള്ള ഈ പ്രത്യേക 5000-ഓളം ആളുകൾ പങ്കെടുക്കുന്നു. അവർ 10 കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് അത്തരമൊരു സംഗതി നടത്തുന്നത്. 1940 മുതലുള്ള സംവിധാനമാണത്. ഇന്ദിരാഗാന്ധി അടക്കമുള്ള ഭരണ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിൽ കാണുന്നു. എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ഏറ്റവും ആധുനികമായ ഒരു രാഷ്ട്രം, സംവിധാനങ്ങളുള്ള ഒരു രാഷ്ട്രം എന്ന നിലക്ക്, ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലക്ക് അവിടെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പോകേണ്ടത് തന്നെ ആയിരുന്നില്ലേ? മറ്റ് പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോഴും കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് അങ്ങോട്ട് പോകുന്നത് ഗുണം ചെയ്യുമായിരുന്നില്ലേ നമുക്ക്? ഒന്നാമത്തെ കാര്യം, ഇന്നിപ്പോൾ അമേരിക്കയെക്കുറിച്ച് പഠിക്കാൻ അമേരിക്കയുടെ മുമ്പിൽ പോയിരിക്കേണ്ട, അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് വിഷയത്തിലുള്ള ഏത് പരിശീലനം വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ അമേരിക്ക വേണ്ട. കാരണം അതൊക്കെ ഇന്ന് ഓൺലൈൻ വേണമെങ്കിൽ വീട്ടിലിരുന്നാൽ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അമേരിക്ക കാണാനും നമ്മളപ്പോൾ അവിടെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ അമേരിക്കയിൽ ജോലിക്ക് കിട്ടിയാൽ പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരാൾക്ക് അമേരിക്കയിൽ ജോലി കിട്ടിയാൽ പാവം തൊഴിലാളി വർഗ്ഗമാണ്, ജോലി എവിടെ കിട്ടിയാലും പോകണം. ഞാൻ അതിലൊന്നുമില്ല പറഞ്ഞു. പ്രശ്നം അതല്ല. ഇപ്പോൾ ഇത് ഒരു അവസരമാണ് എന്നാണ് ഞാൻ തിരിച്ചാ പറയുന്നത്. ഇത് കേരളത്തിൻ്റെ പ്രതിഷേധം അമേരിക്കയെ അറിയിക്കാനുള്ള ഒരവസരമാണ്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ പ്രകടനം നടത്തുന്നതും കത്തെഴുതുന്നതിനൊക്കെ അപ്പുറത്ത് ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്തരത്തിലൊരു ചർച്ച അമേരിക്കൻ തലത്തിലോ മറ്റ് കോൺസുലേറ്റ് തലത്തിലോ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇതാ കേരളത്തിൽ നിന്നുള്ള MLA-മാർ വരുന്നില്ല, എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചർച്ച ഉണ്ടാകും. നേരെ മറിച്ച് ഇവരവിടെ പോയിരുന്നിട്ട് എന്താണ് പ്രത്യേകം പഠിക്കാൻ പോണേ? ഇപ്പോൾ ഇത്രയും കാലമായി തുടരുന്നൊരു പരിപാടിയാണെങ്കിൽ എന്താണ് അവിടുത്തെ പഠനം, എന്താണ് കോഴ്സ് എന്നറിയാൻ അവിടെ വരെ പോകണ്ട. ഈ പറഞ്ഞ മാതിരി $30,000 അമേരിക്കക്കാരൻ്റെ നിന്ന് വാങ്ങിക്കുകയും വേണ്ട. അത് വാങ്ങിക്കാതെ തന്നെ ഇത് പഠിക്കാൻ പറ്റും. ഈ പഠനത്തിന് വേണ്ടി ഇപ്പോൾ ആരും അമേരിക്കയിലേക്കോ റഷ്യയിലേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് പഠിക്കാവുന്ന കാര്യമാണ്. അതിലൊക്കെ പ്രധാനം ഞാൻ പറയുന്നത് ഒരിക്കലും പോകേണ്ടതൊന്നല്ല, ഇതൊരു അവസരമാണ്. ഞാൻ കെ എൻ എ ഖാദറിനോടും എനിക്കുള്ള വളരെ ബഹുമാനത്തോടൊരു അഭ്യർത്ഥന, ഇതൊരു അവസരമാണ്. മുസ്ലിം ലീഗ് അടക്കം കോൺഗ്രസ് അടക്കം ഇത് ഉപയോഗിക്കണം. പക്ഷേ പലപ്പോഴും കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതില്ലാന്ന് പറയാം, കെ എൻ എ ഖാദർ നിഷേധിക്കേണ്ട. UPA സർക്കാർ പലപ്പോഴും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നയങ്ങളിൽ അമേരിക്കയ്ക്ക് അനുകൂലമായി പലപ്പോഴും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഫലസ്തീൻ പ്രശ്നത്തിലോ ഇറാഖ് പ്രശ്നത്തിലോ നിലപാടെടുക്കുന്നതിൽ UPA ഗവൺമെൻറ്റിന് കഴിയാതെ പോയിട്ടുണ്ട്. ഇന്ത്യ-US ആണവ കരാറിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത്തരം നിരവധി കാര്യങ്ങളിൽ US-ന് അനുകൂലമായി നിലപാടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഏറ്റവും കൂടുതൽ ആയുധം ഇസ്രായേലിൽ നിന്നും 3 വർഷം തുടർച്ചയായി ഇറക്കുമതി ചെയ്തത് എന്ന ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ട്. ഇസ്രായേലിൽ നിന്ന് UPA ഗവൺമെൻറ് 3 വർഷം തുടർച്ചയായി ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്ത അനുഭവമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് UPA കാലത്ത് തന്നെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഷിഫ്റ്റ് മോഡി വരുമ്പോൾ വല്ലാതെ ഷിഫ്റ്റ് ആകുന്നു എന്ന് കാണുന്നു. ഇന്ന് നമുക്കിനി ആ ഷിഫ്റ്റ് അനുവദിക്കാൻ പറ്റില്ല. കാരണം അതിന് കേരളം പോലൊരു സംസ്ഥാനം തന്നെയാണ് ആദ്യമായി അതിന് മറുപടി കൊടുക്കേണ്ടത്. അതിന് പകരം ഈ മറ്റ് രീതിയിൽ CPM-ൻ്റെ കുഴപ്പങ്ങളോ മറ്റ് ചർച്ചകളോ ഒക്കെ നമുക്ക് ചെയ്യാം. CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒക്കെ കുഴപ്പം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ അടിയന്തരമായി ഗാസ എന്ന വിഷയം ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കാൻ ഇതൊരവസരമായി ഉപയോഗിക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. തീർച്ചയായും രാഷ്ട്രീയമായ അവസരങ്ങൾ ഏത് വിധത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാത്ത ആളുകളല്ലല്ലോ ശ്രീ കെ എൻ എ ഖാദർ, താങ്കളടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ. ഇന്നിപ്പോൾ തന്നെ ജോൺ കെറി വന്നിട്ട് സുഷമ സ്വരാജുമായി ചർച്ച നടത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും വേണ്ട ആദരവുകളെല്ലാം ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുമ്പോൾ സുഷമ സ്വരാജ് പറഞ്ഞു, നിങ്ങളുടെ ഈ നിരീക്ഷണ ഏർപ്പാടുകളുണ്ടല്ലോ ഞങ്ങളുടെ രാജ്യത്തിന് മേൽ, അത് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ചില അടയാളപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ഘട്ടങ്ങളിലെങ്കിൽ അത് ചെയ്യുക തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും ചെയ്യേണ്ടത് എന്ന് വാദിക്കുന്നത് ശ്രീ KT ജലീൽ മാത്രമല്ല, താങ്കൾക്ക് പാതിയെങ്കിലും അഭിപ്രായ ഐക്യമുള്ള ശ്രീ CR നീലകണ്ഠൻ കൂടെയുണ്ട്. ഞാൻ കരുതുന്നത് മറ്റ് പല ആളുകളും ഉണ്ടാകുമെന്നാണ്. ശ്രീ KT ജലീൽ പറയുന്നത് ഒരു മുസ്ലിം ലീഗുകാരൻ എന്ന നിലക്ക് തന്നെ ഞാൻ സ്വീകരിച്ച നിലപാട് ഇങ്ങനെയായിരുന്നു, ആ പാർട്ടി ഇങ്ങനെയായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹം അല്പം മുമ്പ് താങ്കളോട് പറഞ്ഞത്. എന്ന് മാത്രമല്ല, താങ്കളാണെങ്കിൽ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. ആ പാർട്ടി അത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന, ആ പാർട്ടികൾ അത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ച് താങ്കൾക്ക് സംശയമുണ്ടാവുകയില്ല സാമ്രാജ്യത്വ വിരുദ്ധതയിൽ. അതുകൊണ്ട് ഇനിയെങ്കിലും മുന്നിലുള്ളത് ഈ യാത്ര ഒഴിവാക്കുക, രണ്ടാളുകളോട് മാറിപ്പോകാൻ പറയുക, ഇത്തവണ പോകേണ്ട എന്ന് പറയുക എന്നതാണ്. അങ്ങനെ ഉണ്ടാകുമോ? അല്ല, ഇതിൽ സനീഷേ ഇപ്പം എന്താ സംഭവിച്ചത്, ഞാനിപ്പോൾ ഇവർ പോകാണ്ടിരുന്നത് മോശമായി എന്നൊന്നും പറഞ്ഞില്ല. ഇവർ രണ്ടുപേര് പോകാണ്ടിരുന്നത് മോശമായി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല എന്നും
തീരുമാനമെടുത്തത് ഗാസ വിഷയം കൊണ്ടല്ല എന്നും പൊതുവേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും പോകുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അമേരിക്കയിൽ വളരെ ദുർബലമായിട്ടാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. വില്യം ഗസ്ഹാൾ എന്ന് പറയുന്ന അന്ധനായിട്ടുള്ളൊരു മനുഷ്യൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഏഞ്ചല ഡേവിസിൻ്റെ നാടാണ്. നവോമി ചെസ്മാൻ എന്ന് പറയുന്ന വളരെ യുവജന പ്രസ്ഥാനത്തിൽ നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടുത്തെ തൊഴിലാളി വർഗം ഒരുപാട് പണിമുടക്കൊക്കെ നടത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ ഈ അമേരിക്ക എന്ന് പറയുമ്പോൾ ആ ബരാക്ക് ഒബാമയെയോ ക്ലിൻ്റനെയോ ബുഷിനെയോ പറയുന്നത് പോലെ ഒരു രാജ്യത്തോട് തന്നെ അതൊരു വെറുപ്പായി തീരേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നീലകണ്ഠൻ പറഞ്ഞത് മാതിരി ആധുനിക ലോകത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇരുന്ന് നമുക്ക് നടത്താനും പഠിക്കാനും കഴിയും. എന്നാലും നോളജും നോയിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നോയിങ് എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള എക്സ്പീരിയൻസാണ്. നോളജ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങുന്ന അറിവാണ്. അപ്പോൾ ഈ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പഠിക്കുന്നതും ഈ നാട്ടിൽ നിന്ന് നമ്മളും ഈ നെറ്റിലൊക്കെ മനസ്സിലാക്കുന്നതും നോളജാണ്. മറ്റുള്ളവരുടെ അറിവ് നമ്മൾ കടം വാങ്ങുകയാണ്. മറ്റത് നേരിട്ട് നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസാണ് നോയിങ്. സോ നോയിങ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം നോളജ്. ഇവിടെ ഒരു നോയിങ്ങിനുള്ള അവസരം കിട്ടുകയാണ്. നേരിട്ട് പോയി അനുഭവിക്കാനും മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞത്. പിന്നെ ജലീൽ എൻ്റെ സ്നേഹിതൻ പറഞ്ഞതുപോലെ അമേരിക്കയിൽ പോയതുകൊണ്ട് എല്ലാവരും നന്നായി വരുന്നല്ല പറഞ്ഞു. ചില ആളുകൾ എവിടെ പോയാലും നന്നാവില്ല. അമേരിക്കയിൽ മാത്രമല്ല, ഇവിടെ നിന്നാലും നന്നാവില്ല, എവിടെ പോയാലും നന്നാവില്ല. നന്നായി വരാനൊന്നും ഇപ്പോൾ അമേരിക്കയിൽ പോയാൽ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ജലീൽ എന്ന് പറഞ്ഞാൽ 50-50 ജലീൽ ലീഗായിരുന്നു, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് അങ്ങനെയാണ്. ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഞാൻ ഈ സാമ്രാജ്യത്വ വിരുദ്ധ കാര്യങ്ങളൊക്കെ എനിക്കറിയുന്നത്. ഇപ്പോൾ അമേരിക്കയായിട്ട് ചൈന എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ഈ കാര്യത്തിൽ പറയുന്നുണ്ടോ? ചൈന അമേരിക്കയായിട്ട് എത്ര നല്ല റിലേഷനാണ്. ക്യൂബ വരെ ഇപ്പോൾ അമേരിക്കയായിട്ട് നല്ല ബന്ധമാണ്. പക്ഷേ ഇവരൊന്നും ക്യൂബ മുകുന്ദന്മാരായിട്ട് നിൽക്കാൻ പാടില്ല, ശ്രീനിവാസന്റെ മാതിരി എന്ന് ഞാൻ പറയുന്നത്. താങ്കൾ വളരെ സൗമ്യമായി അങ്ങോട്ട് പരിഹസിച്ച് വിടുന്ന കാര്യത്തിന് അതേ മട്ടിൽ മറുപടി നൽകാൻ ഞാൻ യോഗ്യനാണ് എന്ന് നേരത്തെയുള്ള ഒരവസരത്തിൽ അദ്ദേഹം തെളിയിച്ചതാണ് ശ്രീ കെ ടി ജലീൽ. അതുകൊണ്ട് അദ്ദേഹം അതേ മട്ടിൽ തന്നെ മറുപടി നൽകുമായിരിക്കും. എനിക്ക് താങ്കളോട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ളത്, താങ്കൾ ഇപ്പോഴും പറയുന്നത് ശ്രീ കെ എൻ എ ഖാദർ ഈ അവസരത്തെ അറിവ് അവിടെ തന്നെ ചെന്ന് ശേഖരിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് കാണേണ്ടത്. അല്ലാതെ ഗസ പോലുള്ളൊരു വിഷയത്തിൽ അല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധത പോലുള്ള സംഗതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടുന്ന അവസരം ആയിട്ടല്ല എന്നാണ്. അതായത് ഈ രണ്ട് ചോയ്സ് നമുക്ക് മുന്നിലുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ചെന്ന് അറിവ് ശേഖരിക്കുക എന്നതിനുള്ള അവസരമായിട്ടാണ് ഈ ഘട്ടത്തിൽ കാണേണ്ടത് മുസ്ലിം ലീഗ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചാണ് താങ്കളുടെ നിൽപ്പ്. അല്ല, ഞാനതല്ല ഇപ്പോൾ പറയുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ 2 പ്രതിനിധികൾ ഷംസുദ്ദീനും ഷാജിയും പോകാനുള്ള സാധ്യതയുണ്ട്. അവർ പോയിട്ടില്ല. പാർട്ടി അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു തീരുമാനം ഇനി എടുക്കുമോ എടുക്കാതിരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതല്ല വിഷയം. പിന്നെ ഞാൻ നോയിങ്ങും നോളജും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞത് അത് അമേരിക്കയായിട്ട് മാത്രം കണക്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല. അത് മനുഷ്യ ജീവിതത്തിൽ ആകെ ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എവിടെ പോയാലും ഇപ്പോൾ ഞാൻ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അവിടുന്ന് നേരിട്ട് എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ സോവിയറ്റ് യൂണിയനെ കുറിച്ച് ഇവിടെ ഇരുന്ന് വായിച്ചാൽ എനിക്കുണ്ടാവില്ല. സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യൽ ഇമ്പീരിയലിസം ആയിരുന്ന കാലത്ത്, ഒരു സാമൂഹ്യ സാമ്രാജ്യത്വമെന്നോ എന്നൊക്കെ പറയാവുന്ന അവർ വലിയ പവർഫുള്ളായിരുന്ന കാലത്ത്, ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ ലിയനിദ് ബ്രഷ്നേവ് ജനറൽ സെക്രട്ടറിയും ഭരണാധികാരിയായിരുന്ന കാലത്ത് ഈ ഹാസ് ബീൻ ടു ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെൻറ്റിൽ 1975 അടിയന്തരാവസ്ഥ കാലത്ത് വന്നിട്ട് ആ അടിയന്തരാവസ്ഥയെ സപ്പോർട്ട് ചെയ്ത് പ്രസംഗിച്ച ആളാണ് ബ്രഷ്നേവ്. അടിയന്തരാവസ്ഥയെ ബ്രഷ്നേവ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥയ്ക്കെതിരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻറ്റ് മെമ്പർമാർ ആ ബ്രഷ്നേവിൻ്റെ പ്രസംഗം, ഇന്ദിരാഗാന്ധിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ബ്രഷ്നേവിൻ്റെ പ്രസംഗം ഒരു അനക്കമില്ലാണ്ട് വളരെ കാത് കുറിപ്പിച്ച് കേട്ടിരുന്ന ആളുകളാണ്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടേതായിട്ടുള്ള ചില പോളിസികളൊക്കെ ഉണ്ടാകും. അത് ആ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം അനുസരിച്ചല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് അമേരിക്കയ്ക്കുള്ളൊരു ഗുണം നിങ്ങൾക്ക് കാണാം. അമേരിക്ക ഇമ്പീരിയലിസ്റ്റാണ്, പക്ഷേ അമേരിക്കയിൽ പത്രസ്വാതന്ത്ര്യമുണ്ട്. അമേരിക്കയിൽ ഒരു പക്ഷേ കുറച്ചും കൂടി മെച്ചേർഡായിട്ടുള്ള ഡെമോക്രസി ഉണ്ട്. അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡൻറ്റുമാരും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ തെറ്റുകളെ നല്ലവണ്ണം ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ചൈനയിൽ നടക്കുമോ, അത് കൊറിയയിൽ നടക്കുമോ, അത് ക്യൂബയിൽ നടക്കുമോ? അപ്പോൾ ആ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മെച്ചേർഡായിട്ടുള്ള ഡെമോക്രസി അവിടെ ഉണ്ട്. ആ ഡെമോക്രസി എന്താണെന്ന് മനസ്സിലാക്കാനാണ് അവർ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു തവണ പോയത് കൊണ്ട് തന്നെ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇനി പോയാൽ അവിടുന്ന് നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ട് വന്ന് അവരുടെ ആരാധകരായിക്കൊള്ളുന്നില്ല. അമേരിക്കയുടെ വലിയ വിമർശകരായിട്ട് വേണമെങ്കിൽ തിരിച്ചു വരാം. അവിടെയാണ് ചർച്ച അവസാനിപ്പിക്കേണ്ടത്. അവിടെയാണ് ശ്രീ കെ എൻ എ ഖാദർ. വളരെ നന്ദി. ശ്രീ കെ ടി ജലീൽ, എൻ്റെ അവസാന ചോദ്യം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീ കെ ടി ജലീലും ശ്രീ ടി വി രാജേഷും ES ബിജിമോളും അടക്കമുള്ള ഈ ഇടതുപക്ഷ MLA-മാരുടെ ഒരു സംഘം അവിടെ ചെന്ന് ആകാവുന്നതിൽ ഏറ്റവും
വിനയത്തോടെ എന്ന് വെച്ചാൽ അഹങ്കാരത്തോടെ ഞങ്ങളിതാ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയല്ല. ഈ അമേരിക്ക എന്ന രാഷ്ട്രം ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ ഗസയിലടക്കം ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇസ്രായേലിനെ പിന്തുണക്കുന്ന അമേരിക്കയുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്നൊരു വാക്ക് എവിടെയെങ്കിലും പറയാൻ പറ്റിയിരുന്നെങ്കിൽ അതാകുമായിരുന്നില്ലേ കൂടുതൽ സാർത്ഥകമായ പ്രതിഷേധം? അതാകുമായിരുന്നില്ലേ? അതിനുള്ള അവസരം ഉണ്ടാകുമായിരുന്നോ എന്ന് പോലും നോക്കാതെ പിന്തിരിഞ്ഞത് വ്യക്തിപരമായി ശ്രീ കെ ടി ജലീൽ, വ്യക്തിപരമായി താങ്കൾക്ക് ഖേദമുണ്ടോ? അവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ഇൻ US എന്ന വിഷയത്തെ അധികരിച്ചിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് ഗസ വിഷയവും അല്ലെങ്കിൽ അമേരിക്കയുടെ വിദേശ നയമോ ഒന്നും പറയാനുള്ള സൗകര്യമോ സന്ദർഭമോ നമുക്ക് കിട്ടില്ല. ഖാദർ സാഹിബ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നോയിങ് ആൻഡ് നോളജ് ഇത് രണ്ടാണ് എന്ന്. അവിടെ പോയി കണ്ട് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവമുണ്ട്, പരലോകം, അതുപോലെ തന്നെ സ്വർഗം, നരകം ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടാണോ വിശ്വസിക്കുന്നത്? ദൈവത്താരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാതെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ അത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിനൊരു അമേരിക്കൻ യാത്ര നടത്തുകയൊന്നും വേണ്ട. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഡിപ്ലോമസിയുടെ ഭാഗമാണ് ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ലീഡേഴ്സിനെ കൊണ്ടുവന്ന് അവർ മാനസികമായിട്ടെങ്കിലും അവർക്ക് അനുകൂലമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുക, മാനസികമായിട്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന തലമുറയെ പരിവർത്തിപ്പിക്കുക. അതിൻ്റെ ഭാഗവും കൂടിയാണ് ഈ യാത്ര എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇക്കാര്യത്തിൽ CPM വലിയൊരു ത്യാഗമാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ആനുകൂല്യം തങ്ങളുടെ 2 പ്രതിനിധികൾക്ക് കിട്ടുമായിരുന്നത് ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി. ആസ് എ സൈൻ ഓഫ് പ്രൊട്ടസ്റ്റ്, ഒരു പ്രതിഷേധത്തിൻ്റെ വഴി എന്നുള്ള നിലയിൽ. ഇപ്പോൾ ജാഥ നടത്തുക, കത്തെഴുതുക, ഇത് മാത്രമല്ല പ്രതിഷേധത്തിൻ്റെ വഴികൾ. നമ്മളെ ക്ഷണിച്ചിടത്ത് നമ്മൾ ക്ഷണം നിരസിക്കുന്നു എന്നുള്ളതും അതിനേക്കാൾ വലിയ ഒരു പ്രതിഷേധത്തിൻ്റെ വഴിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ നിലക്ക് CPM എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും അത്തരം ഒരു തീരുമാനമായിരുന്നു ലീഗും കോൺഗ്രസും എടുക്കേണ്ടിയിരുന്നത് എന്ന് പറയുകയുമായിരുന്നു ഖാദർ സാഹിബ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടോ അത് ചെയ്തില്ല. ത്യജിക്കുന്നവരെ അഭിനന്ദിക്കുവാനുള്ള സാമാന്യ മര്യാദ കാണിക്കുക, അതല്ലാതെ അതിനെ അപമതിക്കുകയും പരിഹസിക്കുകയുമല്ല നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായും അവമതിക്കുകയും പരിഹസിക്കുകയുമായിരുന്നില്ല താങ്കൾ ചെയ്തതെന്ന് എനിക്കറിയാം. ശ്രീ KN ഖാദർ, സമയക്കുറവ്, ആ കാര്യം വീണ്ടും വിശദീകരിക്കാൻ താങ്കളിലേക്ക് എത്താൻ എന്നെ തടയിടുന്നു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ KT ജലീൽ, ശ്രീ KN ഖാദർ, ശ്രീ CR നീലകണ്ഠൻ. ഗസയിലെ വിഷയത്തിൽ തങ്ങളുടെ പ്രതിഷേധം എന്ന നിലക്ക് അതിനെ സ്ഥാപിക്കാൻ വൈകിയെങ്കിലും CPIM ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ആ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം. അതിഥികൾക്ക് നന്ദി. ഇനിയും വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ ഈ ചർച്ച തുടരേണ്ടി വരും. ഇടവേള.